ഹായ് ഹലോ വെൽക്കം ടു അവർ സ്പെഷ്യൽ. ഇന്ന് നമ്മളൊരു ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്ന് ചെറിയൊരു തീയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ഈ മസാല ഇട്ടിട്ടൊന്ന് പുരട്ടിയെടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മളൊരു കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം തന്നെ ഒന്ന് ക്രഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം തന്നെ പെരുംജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിനും കൂടി ചേർത്ത് വഴറ്റുക. ഇതിലേക്കൊരു 10 ചുവന്നുള്ളി കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ഒരു 3 പച്ചമുളക് കൂട്ടിയിട്ടുള്ളതുകൂടെ വഴറ്റുകയാണ്. ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറി ലീവ്സ് കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കനിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് വെച്ചിട്ടാണ് പുരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു 30 മിനിറ്റ്സ് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് ഞാൻ വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതൊരു പകുതി വേവായപ്പോഴത്തേക്കും ഞാൻ തുറന്ന് നോക്കിയിട്ട് കുറച്ച് ഗരം മസാല കൂടിയിട്ട് വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ പുരട്ടൊക്കെ നല്ല ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതായിട്ട് വെന്ത് നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക്